എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. സാധാ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കറി. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് ഗ്രീൻ പീസ് കറി ഇഷ്ടമുള്ളവരൊക്കെ സാധാരണ കറിയോട് ബായ് പറഞ്ഞേക്കട്ടോ. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കൽ നോക്കാം. ഒരു വലിയ പൊട്ടറ്റോ ഞാൻ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിലൊഴിച്ചിട്ട് ഒരു പാത്രത്തിൽ ഓയിലൊഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഫ്രൈ ചെയ്യലിൽ തന്നെ ഇത് ഏകദേശം വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് കറി ഏകദേശം ആയിട്ടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക വേണ്ടത്. പിന്നെ നമുക്ക് ഗ്രീൻ പീസും വേവിച്ച് വെക്കാനായിട്ടുണ്ട്. ഗ്രീൻ പീസ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഫസ്റ്റ് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. വെന്തതിന് ശേഷം ഈ ഒരു ലെവലിൽ കോരി മാറ്റാം. പൊട്ടറ്റോ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ നമുക്ക് കറി റെഡിയാക്കാം എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടിക്കിട്ടിയാൽ ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഒരു പട്ട ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം 2 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് റോസ്റ്റായി കിട്ടിയാൽ നമ്മൾക്ക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഡയറക്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് പൊടിയെടുത്തിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഫ്ലെയിം നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നല്ല പോലെ മിക്സായിട്ടും കിട്ടണം കേട്ടോ. കട്ട കെട്ടാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബൗളിലേക്ക് വെള്ളത്തിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് ഫുള്ളായിട്ട് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണിത്. ഞാൻ പൊടിച്ചിട്ട് ഇത് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. സ്പെഷ്യലായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലാണ്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ ജീരകപ്പൊടി. അതും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ തന്നെ കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ വറുത്ത് വെച്ച ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം റെഡിയാക്കി വെക്കണം കേട്ടോ. വെള്ളത്തിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിലേ ഒന്ന് റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഇട്ടിട്ട സ്പൈസസൊക്കെ ആ ടൈം ആകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോവും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവാത്ത ഒരു ലെവലിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വഴറ്റി കൊടുക്കുക. രണ്ട് തക്കാളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതാ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഗ്രേവിയും കൂടി കിട്ടും. ജാറിലുള്ള തക്കാളിയുടെ പേസ്റ്റ് വേസ്റ്റ് ആവും ചെയ്യില്ല. ഞാൻ ഇവിടെ 1/2 കപ്പിലും കുറച്ചധികം എടുത്തിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇത്ര ടൈമായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടറ്റോ ഒരു 1/4 വേവ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ആയിട്ടുണ്ട്. പൊട്ടറ്റോയും കൂടി ഫുള്ളായി വെന്ത് കഴിഞ്ഞാൽ
നമുക്കിനി ഗ്രീൻ പീസ് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് എനിക്ക് കുറച്ച് വേവ് കുറഞ്ഞു പോയിട്ടുണ്ട്, ഫുള്ളായി വെന്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫുള്ളായി വേവിക്കുക, ഉടഞ്ഞു പോകണ്ട കേട്ടോ. എനിക്ക് നല്ല വെന്തിട്ടേ ഇല്ല, കറക്റ്റ് വേവ് പോലും എനിക്കായിട്ടില്ല. ഞാനത് വെന്തെന്ന് വിചാരിച്ചിട്ട് തന്നെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞു പോയി. അപ്പോൾ ഇനിയും രണ്ടാമതും കൂടി വേവിക്കാൻ വെക്കാൻ കഴിയില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ മതി എന്ന് വെച്ചു. ഇതാണ്ട് അതിൻ്റെ തൊലിയൊന്നും ഇളകി കിട്ടിയിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ടൈം അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഇത് റെഡിയാകുമ്പോഴത്തേക്കും പൊട്ടറ്റോയും ടൊമാറ്റോ ജ്യൂസെല്ലാം ഒഴിച്ചതല്ലേ, അപ്പോൾ ഇത് റെഡിയാകുമ്പോഴത്തേക്കും ഒരു കറക്റ്റ് ഗ്രേവി തന്നെ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് നെടുകെ പിളർന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ട് കൊടുത്താൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് കുറുകി നല്ല നമുക്ക് ആവശ്യമുള്ള ഒരു ലെവലിൽ തന്നെ കിട്ടും. മാത്രമല്ല എനിക്ക് ഗ്രീൻ പീസ് വേവാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കുറുകി കിട്ടാനായിട്ട്. നിങ്ങൾ ഗ്രീൻ പീസ് കറക്റ്റ് വേവിൽ തന്നെ എടുത്താൽ കറി കറക്റ്റ് കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. ഞാനൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസും ടൊമാറ്റോ ജ്യൂസും അതുപോലെ പൊട്ടറ്റോയും എല്ലാം മിക്സായിട്ടൊന്ന് തിളച്ച് കിട്ടി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇന്നത്തെ എൻ്റെ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഇവിടെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഗ്രീൻ പീസ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രീൻ പീസ് കറി ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.